കട്ടക്കലിപ്പന്റെ കാന്താരി മാലാഖ. രചന വർണ്ണ ദേവദത്തൻ. അവതരണം സാലിം കരുളായി. ദത്തൻ രാവിലെ നേരത്തെ എണീറ്റ് പോവാൻ റെഡിയായി. വർണ്ണയെയും എണീപ്പിച്ച് റെഡിയാക്കി ബാഗും മറ്റും എടുത്ത് താഴേക്ക് നടന്നു. അവരെ യാത്രയാക്കാൻ താഴെ എല്ലാവരും ഉണ്ടായിരുന്നു. അവർ പോകുന്നത് ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടിരുന്നത് ഭദ്രയും ശിലുവായിരുന്നു. ദത്തൻ തൻ്റെയും വർണ്ണയുടെയും ബാഗുകൾ കാറിൻ്റെ ബാക്ക് സീറ്റിലായി എടുത്തു വെച്ചു. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ, ദത്തൻ ശ്രീയെയും രാഗിനിയെയും നോക്കി പറഞ്ഞു. പാർത്തി. ദത്തൻ അവനെ ഹഗ് ചെയ്തു. നമ്മുടെ ശത്രു ഓൺ ദ വേ ആണ്, ഉടനെ എത്തുന്ന ഞാൻ അറിഞ്ഞത്. അവൻ ഈ വീടിൻ്റെ മുറ്റത്ത് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് നീ തിരിച്ചെത്തിയിരിക്കണം. പാർട്ടി അവനെ കെട്ടിപ്പിടിച്ച് മറ്റാരും കേൾക്കാത്ത രീതിയിൽ പറഞ്ഞു. അവൻ വരട്ടെ, അതിനു വേണ്ടിയല്ലേ നമ്മൾ ഈ കളികൾ കളിക്കുന്നതും അവനായി കാത്തിരിക്കുന്നതും. ദത്തൻ പുഞ്ചിരിയോട് അവനിൽ നിന്നും അകന്നു മാറി. വർണ്ണയ്ക്ക് ശരിക്കും അവിടെ നിന്ന് പോകണമെന്നില്ല. ദത്തൻ്റെ നിർബന്ധം കൊണ്ട് മാത്രമാണ് ഈ യാത്ര. അവൾ കോ ഡ്രൈവ് സീറ്റിൽ കയറിയിരുന്നു, ഒപ്പം ദത്തൻ ഡ്രൈവിംഗ് സീറ്റിലും. എല്ലാവരെയും കൈവീശി കാണിച്ച് അവരുടെ കാറ് പാലക്കൽ തറവാടിൻ്റെ പടി കടന്നു പോയി. 7 മണിക്കാണ് അവർ ഇറങ്ങിയത്. 1.5-2 മണിക്കൂർ യാത്രയുണ്ടാകും. അതുകൊണ്ട് പോകുന്ന വഴി ദത്തൻ ഒരു റെസ്റ്റോറൻറ്റ് മുന്നിൽ കാർ നിർത്തി. വർണ്ണ ഒന്നും മിണ്ടാതെയാണ് അത്രയും നേരം വരുന്നത്. അതിൽ നിന്നും അവളുടെ സങ്കടം എത്രയുണ്ടെന്ന് ദത്തനും മനസ്സിലായിരുന്നു. കുഞ്ഞാ. ദത്തൻ്റെ വിളിയാണ് അവൾ ആലോചനകളിൽ നിന്നും ഉണർത്തിയത്. ഇതിന് മാത്രം ആലോചിക്കാൻ എന്താ ഈ കുഞ്ഞിത്തലയിലുള്ളത്? അവളുടെ നെറുകയിൽ തലോടി ദത്തൻ വാത്സല്യത്തോടെ ചോദിച്ചു. ഒന്നുമില്ല, എല്ലാവരെയും വിട്ടു വന്നപ്പോൾ എന്തോ ഒരു സങ്കടം പോലെ. ഒരു സങ്കടവും വേണ്ട, ഒരു 5 ദിവസത്തെ കാര്യമേ ഉള്ളൂ. എൻ്റെ കുട്ടിയുടെ നല്ലതിന് വേണ്ടി മാത്രമല്ലേ ദത്തൻ എന്തും ചെയ്യൂ. അവൾ തലയാട്ടി. എന്നാ വന്നേ, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. അവർ കാറിൽ നിന്നും ഇറങ്ങി റെസ്റ്റോറൻറ്റിലേക്ക് നടന്നു. 8 മണി ആയിട്ടുള്ളെങ്കിലും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അവിടെ. മസാല ദോശയാണ് ദത്തൻ ഓർഡർ ചെയ്തത്. ദത്തൻ കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകി അവൻ വർണ്ണയ്ക്ക് ഓപ്പോസിറ്റായി വന്നിരുന്നു. ദത്ത, നമ്മുടെ വീട് ചെന്നിട്ട് വേണ്ട വൃത്തിയാക്കാൻ? അവൾ കഴിക്കുന്നതിനിടയിൽ ചോദിച്ചു. പക്ഷേ നമ്മളിപ്പോൾ പോകുന്നത് നിൻ്റെ അമ്മായിയുടെ വീട്ടിലേക്കാണ്. എന്നിട്ട് വീടൊക്കെ വൃത്തിയാക്കിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് പോകും. അവളോട് കള്ളം പറയുന്ന ദത്തന് നല്ല സങ്കടം ഉണ്ടായിരുന്നു. അത് നന്നായി, അമ്മായി ആമി ചേച്ചി കാണാമല്ലോ. പക്ഷെ അബേട്ടനും മാമനോടും ഉണ്ടാകില്ലേ? എനിക്ക് പേടിയാ. അതാലോചിച്ച് എൻ്റെ കുട്ടി പേടിക്കണ്ട. നിൻ്റെ നിൻ്റെ അമ്മായിയുടെ അഭിമാനം അവിടെ ഇല്ല, ജോലി സ്ഥലത്താണ്. പിന്നെ ആത്മീയയുടെ അച്ഛനിപ്പോൾ ഡി അഡിഷൻ സെൻറ്ററിലാണ്. ഞാൻ തന്നെ അവിടെ ആക്കിയത്. ആണോ? അവൾ വിശ്വാസം വരാതെ ചോദിച്ചു. ദത്ത, ഞാനൊരു സംശയം ചോദിക്കട്ടെ? കുറച്ച് കഴിഞ്ഞ് വർണ്ണ അവനെ നോക്കി ചോദിച്ചു. ഒന്നല്ല, 1000 സംശയം എൻ്റെ കുട്ടിക്ക് ചോദിക്കാലോ. അറിയുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞും തരും. ഈ ലവ് മേക്കിംഗ് എന്ന് പറഞ്ഞ എന്താ? വർണ്ണ അത് ചോദിച്ചതും കുടിച്ചുകൊണ്ടിരുന്ന വെള്ളം ദത്തൻ്റെ തലയിൽ കയറി. ചുമച്ചുകൊണ്ടവൻ ചുറ്റും നോക്കിയതും കുറച്ച് പേർ വർണ്ണയെ നോക്കിയിരിക്കുകയാണ്. അവൾ പറഞ്ഞത് അവരെല്ലാം കേട്ടു എന്ന് ദത്തന് മനസ്സിലായി. പാറ ദത്ത, എന്താ അത്? കഴിച്ചു കഴിഞ്ഞില്ലേ? വേഗം പോയി കൈ കഴുകാൻ നോക്ക്. അവളുടെ ഒരു സംശയം. ദത്തൻ നെറ്റിയിൽ പൊടിഞ്ഞ വിയർപ്പ് തുടച്ച് കളഞ്ഞു. എൻ്റെ പോയി കൈ കഴുകാനല്ലേ പറഞ്ഞത്? ദത്തൻ്റെ സ്വരം ഉയർന്നതും അവൾ വാഷ്റൂമിലേക്ക് ഓടി. അവനിങ്ങനെ ദേഷ്യപ്പെടാൻ മാത്രം ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. എന്തായാലും അതെന്താണെന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. വർണ്ണ കൈ കഴുകി നേരെ ഫോണെടുത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്തു. വാട്ട് ഈസ് ലവ് മേക്കിംഗ്? നിമിഷ നേരം കൊണ്ട് ആൻസറും കിട്ടി. അത് വായിച്ചതും വർണ്ണയുടെ കിളികളെല്ലാം പറഞ്ഞിരുന്നു. ബാക്കി വായിക്കാനുള്ള ത്രാണി വർണ്ണയ്ക്കുണ്ടായിരുന്നില്ല. അവൾ ചുമരിലേക്ക് ചാരി നിന്നു. ഈശ്വര, ഞാൻ എങ്ങനെ ദത്തൻ്റെ മുഖത്തേക്ക് നോക്കും? വെറുതെ അല്ല അവൻ എന്നെ നോക്കി പേടിപ്പിച്ചത്. ഇനി ഞാൻ ചോദിച്ച വേറെ ആരെങ്കിലും കേട്ടാണോ? ആലോചിക്കുന്നവർ വർണ്ണക്ക് സ്വയം ഒരു നാണക്കേട് തോന്നി. അവളൊന്നും മിണ്ടാതെ തല താഴ്ത്തി ദത്തൻ്റെ അരികിലേക്ക് നടന്നു. ദത്തൻ ഫോൺ നോക്കിയിരിക്കുകയാണ്. അവൾ വന്നതും ദത്തൻ എഴുന്നേറ്റു. പോവാം. അവൻ ഫോൺ നോക്കി പറഞ്ഞ് പുറത്തേക്ക് നടന്നു. പിന്നാലെ ഒന്നും മിണ്ടാതെ വർണ്ണയും. കാറിൽ കയറിയ വർണ്ണ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നോക്കിയിരുന്നു. വളരെ ശാന്തമായ റോഡ്, അധികം തിരക്കുകളില്ല. റോഡിൻ്റെ ഇരു സൈഡിൽ റബ്ബർ കാടുകളാണ്. വല്ലാത്തൊരു കുളിർമ. തണുത്ത കാറ്റ് അവളുടെ മിടലുകളെ തഴുകിപ്പോയതും അവൾ കണ്ണുകളടച്ച് അത് സ്വീകരിച്ചു. പെട്ടെന്ന് കാർ നിന്നതും വർണ്ണ കണ്ണുകൾ വലിച്ചു തുറന്നു. നോക്കുമ്പോൾ തന്നെ നോക്കി ഒരു കള്ളച്ചിരിയോടെ ഇരിക്കുകയാണ് ദത്തൻ. എന്താ ദത്ത കാറിനെത്തി? നിന്റെ സംശയം തീർത്തു തരണ്ടേ? സംശയമോ? എന്ത് സംശയം? എനിക്കൊരു സംശയമില്ല. അങ്ങനെയല്ലല്ലോ, എൻ്റെ കുട്ടിക്ക് ചില സംശയങ്ങളുണ്ട്. ദത്തനൊരു കള്ളച്ചിരിയോടെ പറഞ്ഞ് അവളെ വലിച്ച് തന്നെ മടിയിലേക്ക് ഇരുത്തി. ദത്തൻ അവൻ്റെ മുഖം അവളിലേക്ക് അടുപ്പിക്കുന്നതിനനുസരിച്ച് അവൾ പിന്നിലേക്ക് നീങ്ങി.
ദത്തൻ പെട്ടെന്ന് കാറിന്റെ ഗ്ലാസുകൾ കയറ്റി അവളെ തനിക്ക് നേരെ തിരിച്ച് സ്റ്റിയറിംഗിലേക്ക് ചേർത്തിരുത്തി. ഈ ലവ് മേക്കിംഗ് എന്ന് പറഞ്ഞ ഒരു വേണ്ട, എനിക്ക് മനസ്സിലായി. ദത്തന്റെ വാ പൊത്തിപ്പിടിച്ച് പറഞ്ഞു. ആണോ എന്നെ കുട്ടിന്ന് പറഞ്ഞ് ചേട്ടനത് കേൾക്കട്ടെ. എനിക്കറിയാവുന്നതാണെന്ന് എനിക്ക് അറിയുന്നതെന്ന് നമുക്ക് നോക്കാലോ. ദത്ത, സമയം ഒരുപാടായി, നമുക്ക് പോവേണ്ടേ? അമ്മായി ആമി ചേച്ചി നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും, അവൾ വെപ്രാളത്തോടെ പറഞ്ഞു. എന്നാൽ അതേസമയം ദത്തന്റെ കണ്ണുകൾ അവളുടെ മുഖത്തിലൂടെ അലഞ്ഞു നടക്കുകയായിരുന്നു. പെട്ടെന്നുള്ള ഒരു ഉൾപ്രേരണയിൽ ദത്തൻ അവളുടെ പിൻകടത്തിൽ പിടിച്ച് തൻ്റെ മുഖത്തേക്ക് ചേർത്തു. ശേഷം അവളുടെ കീച്ചുണ്ടിനെയും മേൽച്ചുണ്ടിനെയും മാറി മാറി നുകർന്നു. വർണ്ണ ആദ്യം എതിർത്തെങ്കിലും പിന്നീട് പതിയെ പതിയെ അവളും അവൻ്റെ ചുംബന ലഹരിയിൽ അലിഞ്ഞില്ലാതായി. ശ്വാസം കിട്ടാതെ ആയപ്പോൾ ദത്തൻ അവളുടെ അതരങ്ങളെ സ്വതന്ത്രമാക്കി അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്തു. അവനും നീരിനാൽ വർണ്ണയുടെ കഴുത്താകെ നനഞ്ഞു കുതിർന്നു. ദത്തൻ അവളുടെ ടോപ്പിനെ തോളിൽ നിന്നും അല്പം താഴേക്കാക്കി അവളുടെ മറുകിൽ പതിയെ കടിച്ചു. അവളൊന്ന് ഉയർന്നു പൊങ്ങി. ഒപ്പം അവളുടെ കൈകൾ ദത്തൻ്റെ മുടിയിൽ കൂർത്തു വലിച്ചു. ദത്തൻ താൻ കടിച്ച ഭാഗത്ത് അമർത്തി ചുംബിച്ചു. ശേഷം അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് അവൾ ഇറുകെ പുണർന്നു. ഇരുവരും പരസ്പരം അകന്നു മാറാൻ കഴിയാതെ കുറച്ചു നേരം അങ്ങനെ തന്നെ ഇരുന്നു. ദേവുട്ടിയെ, അവളുടെ കാതിൽ ദത്തൻ ആർദ്രമായി വിളിച്ചു. അവൾ പതിയെ മൂടി. നമുക്ക് പോവേണ്ടേ? യാത്രയൊക്കെ കഴിഞ്ഞ് വന്ന് സ്വസ്ഥമായിട്ട് ദത്തൻ എൻ്റെ കുട്ടിക്ക് എല്ലാ സംശയങ്ങളും മാറ്റി തരുന്നുണ്ട്, അതും പ്രാക്ടിക്കലായിട്ട്. അപ്പം പിന്നെ ഒരിക്കലും എൻ്റെ കുട്ടി അതൊന്നും മറക്കില്ല. അത് കേട്ടതും പറഞ്ഞ ഞെട്ടി അവനെ നെഞ്ചീന്ന് താലി വീട്ടി നോക്കി. പതിവ് കള്ളച്ചിരി മാത്രമാണ് അവൻ്റെ മുഖത്ത്. വർണ്ണ അവനൊന്ന് കൂർപ്പിച്ച് നോക്കിയ ശേഷം മടിയിൽ നിന്നും എണീക്കാൻ നിന്നതും ദത്തൻ അതിന് സമ്മതിക്കാതെ അവൾ അവിടെ തന്നെ പിടിച്ചിരുത്തി. ഐ ലവ് യു പൊന്ന, ഐ മിസ് യു സോ മച്ച്, അവൻ മനസ്സിൽ പറഞ്ഞ് അവളുടെ ചുണ്ടിൽ അമർത്തി ഉപയോഗിച്ചു. നിനക്ക് എന്താ പറ്റിയത് ദത്താ? വർണ്ണ ഒന്നും മനസ്സിലാവാതെ ചോദിച്ചു. ഒന്നുമില്ലടാ, ഇനി 1 മണിക്കൂർ കൂടി ഡ്രൈവ് ഉണ്ട്, നമുക്കെന്നാ പോവാം. ദത്തൻ അവളെ കോ ഡ്രൈവ് സീറ്റിലേക്ക് ഇരുത്തി സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുത്തു. തുടർന്നുള്ള യാത്രയിൽ വർണ്ണ വാതോരാതെ സംസാരിച്ചപ്പോൾ ദത്തൻ ഒന്നും മിണ്ടാതെ കേട്ടിരിക്കുകയാണ് ചെയ്തത്. കാറിലെ പാട്ട് കേട്ടപ്പോൾ പാടുന്ന വർണ്ണയെ കണ്ട് ദത്തന് ചിരിക്കണോ കരയണമെന്ന അവസ്ഥയിലായിരുന്നു. അല്ല ദത്ത, നമ്മുടെ ബാഹുബലി ചേട്ടനെ മഹാഭാരത യുദ്ധത്തിൽ 5 പേര് കൂടിയാണോ അതോ 100 പേര് കൂടിയായിരുന്നോ? എന്താ? ദത്തൻ മനസ്സിലാവാതെ ചോദിച്ചു. മഹാഭാരത യുദ്ധത്തിൽ 2 ടീമുകൾ ഉണ്ടായിരുന്നില്ലേ? ഈ ബാഹുബലി 1000 കൂടിയായിരുന്നെന്ന്. മിക്കവാറും 5 പേര് കൂടിയായിരിക്കും, അതായിരിക്കും അവർ യുദ്ധത്തിൽ ജയിച്ച്. എടി പൊട്ടി, ഈ ബാഹുബലി വേറൊരു സിനിമാ ക്യാരക്ടറാണ്, അങ്ങനെ ഒരാൾ ഈ ലോകത്തില്ല. പൊട്ട നീയാടാ, ഒരു IPS ഒക്കെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതുപോലെ അറിയില്ലല്ലോ. ഈ ബാഹുബലി, റോക്കി ബായും അരുന്ധതിയും പഴശ്ശിരാജയൊക്കെ ഈ ലോകത്ത് ജീവിച്ചവരാണ്. എന്തൊക്കെ പറഞ്ഞിട്ട് വർണ്ണക്ക് മനസ്സിലാവില്ലെന്ന് മനസ്സിലാക്കിയ ദത്തൻ പിന്നെ ഒന്നും പറയാനൊന്നുമില്ല. 9 മണിയോടെ അവർ അമ്മായിയുടെ വീട്ടിലെത്തി. കാറിൻ്റെ ശബ്ദം കേട്ട് അമ്മായിയും മാമിയും പുറത്തേക്ക് വന്നിരുന്നു. ചേച്ചി, അവൾ കാറിൽ നിന്ന് ഇറങ്ങി ഓടി ആമയെ കെട്ടിപ്പിടിച്ചു. ഇതെന്താ യൂണിഫോമൊക്കെ ഇട്ട്? എനിക്ക് എക്സാമാണ്, ഞാൻ നീ വന്നിട്ട് വേണം കോളേജിലേക്ക് പോകാനെന്ന് വിചാരിച്ചു. ദത്ത, അകത്തേക്ക് വാ, വർണ്ണ ദത്തനെ വിളിച്ചു. ദത്തേട്ടൻ വന്നോളും, നീ വാ, ഞാനൊരു കാര്യം കാണിച്ചു തരാം. ആമി വർണ്ണയെ പിടിച്ച് വലിച്ച് അകത്തേക്ക് പോയി. 5 ദിവസത്തിനുള്ളിൽ ഞാൻ തിരിച്ചു വരും. തിരുവനന്തപുരം വരെ ഒരു അത്യാവശ്യത്തിന് പോകുന്നു. അവളോടൊന്നും പറഞ്ഞിട്ടില്ല. ദത്തൻ അമ്മായിയെ നോക്കി പറഞ്ഞു. മോൻ ധൈര്യമായിട്ട് പോയിട്ട് വാ, അവളിവിടെ നിന്നോളും. എൻ്റെ കുഞ്ഞിനെ നോക്കിക്കോണേ, വിശ്വസിച്ച് നിർത്താൻ വേറൊരിടല്ല. അതാ ജിത്തുവും ഗോകുലിയും ഇവിടെ ഇല്ല, അല്ലെങ്കിൽ അവിടെ കൂടെ നിർത്താമായിരുന്നു. ദത്തൻ ബാക്ക് സീറ്റിൽ നിന്നും വർണ്ണയുടെ ബാഗ് എടുത്ത് അമ്മായിക്ക് കൊടുത്തു. ശേഷം അമ്മായിയോട് യാത്ര പറഞ്ഞ് കാറിൽ കയറിപ്പോയി. വീട്ടിൽ നിന്നും അകന്നു പോകുന്നതിനനുസരിച്ച് ദത്തൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ദത്തനെവിടെ അമ്മായി? തൻ്റെ ബാഗുമായി ഒറ്റയ്ക്ക് വരുന്ന അമ്മായിയെ കണ്ട് വർണ്ണ ചോദിച്ചു. മോൻ അത്യാവശ്യമായിട്ടൊരു കോള് വന്നു, അതുകൊണ്ട് പോയി, കുറച്ച് കഴിഞ്ഞാൽ വരും. നീ അകത്ത് പോയി ഫ്രഷായി വാ. ചെറിയമ്മ കയ്യിലെ ബാഗ് അവൾക്ക് കൊടുത്തു. വർണ്ണയ്ക്ക് ചെറിയൊരു സംശയം തോന്നി, എങ്കിലും അവൾ കാര്യമാകാതെ ബാഗ് വാങ്ങി റൂമിലേക്ക് നടന്നു. വർണ്ണ, ഞാനിപ്പോൾ ഇറങ്ങും, വൈകുന്നേരം വരും. ആമി ബാഗ് കൊടുത്ത് പുറത്തേക്ക് പോയി. വർണ്ണ റൂമിൽ വന്ന് ബാഗ് ബെഡിലേക്ക് ഇട്ടു. റൂമും വീടും എല്ലാം പഴയതുപോലെ തിരിയുണ്ട്. അവൾ ഫോണെടുത്ത് ദത്തനെ വിളിച്ചുവെങ്കിലും അവൻ കോളെടുത്തില്ല. തിരക്കിലായിരിക്കുമെന്ന് കരുതി വർണ്ണയും പിന്നീട് വിളിക്കാൻ നിന്നില്ല. അവളുടെ ഡ്രസ്സ് മാറി നേരെ അടുക്കളയിലേക്ക് നടന്നു. പിന്നീടുള്ള സമയം തറവാടിലെ വിശേഷങ്ങളെല്ലാം പറഞ്ഞ് അവൾ അമ്മായിയുടെ പിന്നാലെ നടന്നു. ദത്തൻ ഉച്ചയ്ക്ക് വരുമെന്ന് കരുതി അവൾ കാത്തിരുന്നുവെങ്കിലും അവൻ വന്നില്ല.
വൈകുന്നേരം മാമി വരും മുമ്പത്തെ സ്റ്റെപ്പിൽ താടിക്ക് കൈ കൊടുത്ത് പറഞ്ഞ റോഡിലേക്ക് നോക്കിയിരിക്കുകയാണ്. എന്താടി ചിന്താവിഷ്ടയായ ശ്യാമല ചേച്ചിയെ പോലെ ഇരിക്കുന്നേ? അവളുടെ അരികിലിരുന്ന് ആമി ചോദിച്ചു. ഇത്ര നേരമായിട്ട് ദത്തം വന്നില്ല ചേച്ചി, വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഇതാണ് കാര്യം, ദത്തയുടെ തിരക്കിലായിരിക്കും, അതാ എടുക്കാത്തത്. നീ ചായ കുടിച്ചോ? ഇല്ല. എന്നാ വാ, എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ, എക്സാം എഴുതിയ ക്ഷീണ. ചേച്ചിക്ക് നാളെ എക്സാം ഉണ്ടോ? ഇനി 4 ദിവസവും കണ്ടിന്യൂസ് എക്സാമാണ്. നീ വാ, അമ്മ ചായ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആമി അവളെയും കൂട്ടി അകത്തേക്ക് പോയി. കുറെ കഴിഞ്ഞ് വർണ്ണ വന്നതറിഞ്ഞ് വേണിയും മനുവും അവിടേക്ക് വന്നിരുന്നു. കുറെ നേരം സംസാരിച്ച് നേരെ ഇരുട്ടായിട്ടാണ് അവർ തിരികെ പോയത്. ദത്തൻ തിരുവനന്തപുരത്ത് എത്തി തനിക്ക് പരിചയമുള്ള 1-2 മേലുദ്യോഗസ്ഥന്മാരെല്ലാം കണ്ട് റൂമിലെത്തുമ്പോൾ രാത്രിയായിരുന്നു. വന്നതും കുളിച്ച് ഫ്രഷായി പുറത്തേക്ക് പോയി ഭക്ഷണം കഴിച്ച് റൂമിൽ വന്നപ്പോഴാണ് ഫോണിൽ കുറേ കോളുകൾ. അവസാനത്തെ 10 കോളുകൾ ആമിയുടെ ഫോണിൽ നിന്നാണെന്ന് കണ്ടതും ദത്തൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. അവൻ വേഗം വർണ്ണയുടെ ഫോണിലേക്ക് വിളിച്ചു, പക്ഷെ എടുക്കുന്നില്ല. ഫോണ് സൈലൻ്റ് ആയത് കാരണമാണ് കോള് വന്നത് അവൻ അറിയാതിരുന്നത്. അവൻ പേടിയോടെ ആമിയുടെ ഫോണിലേക്ക് വിളിച്ചതും ആദ്യത്തെ റിങ്ങിൽ തന്നെ അവൾ കോൾ എടുത്തു. ആമി, വർണ്ണ എവിടെ? വിളിച്ചിട്ട് അവൾ കോൾ എടുക്കുന്നില്ലല്ലോ. ദത്തൻ ടെൻഷനിൽ ചോദിച്ചു. ഏട്ടനെ കാണാതെ അവളിവിടെ നല്ല ബഹള, എന്തൊക്കെ പറഞ്ഞിട്ട് അടങ്ങുന്നില്ല. ആമി പറഞ്ഞത് ദത്തനൊരു നെടുവീർപ്പോടെ ക്ലോക്കിലേക്ക് നോക്കി. സമയം 10:45. 12 മണിക്കാണ് ഡൽഹിയിലേക്കുള്ള ഫ്ലൈറ്റ്. അവൾക്ക് ഫോൺ കൊടുക്ക്. ദത്തനത് പറഞ്ഞത് മാമി ഫോൺ അവൾക്ക് കൊടുത്തു. കുഞ്ഞേ. ദത്തൻ്റെ വാത്സല്യത്തോടെയുള്ള വിളി കേട്ടതും വർണ്ണയിൽ നിന്നും ഒരു തേങ്ങൽ ഉയർന്നു. നീ ഇതെവിടാ ദത്ത? എന്തെത്ര നേരമായിട്ടും വരാത്തെ? ഞാൻ നിന്നെ എത്ര തവണ വിളിച്ചു? വർണ്ണ പരാതി പറയാൻ തുടങ്ങി. ഞാൻ എൻ്റെ കുട്ടിയുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടല്ലോ, പിന്നെ എന്തിനെങ്ങനെ സങ്കടപ്പെടുന്നേ? ദത്തൻ വേഗെടുത്ത് തോളിലിട്ട് റൂം ലോക്ക് ചെയ്തിറങ്ങി. കീ റിസപ്ഷനിൽ ഏൽപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങിയതും അവൻ എയർപോർട്ടിലേക്ക് പോകാനുള്ള കാറ് വന്നിരുന്നു. എന്താ നീ വരാത്തെ? വേഗം വാദത്ത, എനിക്ക് സങ്കടം വരാ. നാളെ രാവിലെ ഞാൻ വരാം. ഇന്ന് ഞാൻ കുറച്ച് തിരക്കിലാണടാ. നാളെ എൻ്റെ കുട്ടി ഉറങ്ങി എണീക്കുമ്പോൾ ഞാനവിടെ ഉണ്ടാകും. വേണ്ട, ഇപ്പൊ വാ. വർണ്ണ, വെറുതെ വാശി കാണിക്കാതെ. നീ വലുത് കഴിച്ചോ? ഇല്ല. അതെന്താ കഴിക്കാതെ? സമയം ഒരുപാടായില്ലേ, പോയി വെറുതെ കഴിക്കാൻ നോക്ക്. നീ വലുത് കഴിച്ചോ? കഴിച്ചു. എൻ്റെ കുഞ്ഞ് നല്ല കുട്ടിയായി ഭക്ഷണമൊക്കെ കഴിച്ച് നന്നായി കിടന്നുറങ്ങി. ഞാൻ എപ്പോഴും എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ തന്നെയുണ്ട്. വർണ്ണയൊന്ന് മൂടി. പിന്നെ നാളെ നിൻ്റെ ആമി ചേച്ചിക്ക് എക്സാം അല്ലേ, അതുകൊണ്ട് എൻ്റെ കുട്ടി ചേച്ചിയെ ശല്യം ചെയ്യാതെ നല്ല കുഞ്ഞായിരിക്കണം. ആമി പഠിച്ചോട്ടെ. നാളെ വേഗം വന്നെ ദത്ത. എന്നാൽ ഞാൻ ഫോണ് വെക്കുവാടാ. ഗുഡ് നൈറ്റ്. ദത്തൻ വേഗം ഫോണ് കട്ട് ചെയ്തു. അപ്പോഴേക്കും അവൻ എയർപോർട്ടിലേക്ക് എത്തിയിരുന്നു. 12 മണിയുടെ ഫ്ലൈറ്റിൽ അവർ ഡൽഹിയിലെത്തി. റൂമിലെത്തി ഫ്രഷായി നേരെ ബെഡിലേക്ക് കിടന്നു. അപ്പോഴും അവൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നത് വർണ്ണയുടെ മുഖം മാത്രമാണ്. അതിൻ്റെ പ്രതിഫലമായി അവൻ്റെ മുഖത്തൊരു ചിരി വിട്ടുന്നു. ഫോണെടുത്ത് ഓൺ ചെയ്യാൻ നോക്കിയപ്പോഴാണ് ചാർജിൽ നിന്ന് ഫോൺ സ്വിച്ച് ഓഫ് ആയത് അവൻ അറിഞ്ഞത്. എണീറ്റ് ഫോൺ ചാർജിലിട്ട ശേഷം അവൻ ബെഡിലേക്ക് കിടന്നു. യാത്രാക്ഷീണം കാരണം അവൻ വേഗത്തിൽ ഉറങ്ങിപ്പോയിരുന്നു. രാവിലെ എണീറ്റ് ദത്തൻ ആദ്യം എടുത്തത് ഫോണാണ്. ഫോൺ ഓൺ ചെയ്ത് വർണ്ണയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു, പക്ഷെ എടുക്കുന്നില്ല. സമയം 8:30 കഴിഞ്ഞല്ലോ, ഈ പെണ്ണിതൊരു എണീറ്റില്ലേ? ദത്തനൊന്ന് ആലോചിച്ചുകൊണ്ട് ആമിയുടെ ഫോണിലേക്ക് വിളിച്ചു. ദത്തേട്ടാ, ഈ ഫോൺ ഓഫ് ചെയ്ത് വെച്ച് നിങ്ങൾ എവിടെ പോയി കിടക്കുക? ഇന്നലെ ഒരു 11 മണി തൊട്ട് വിളിക്കുന്നതാ. ഫോണിൽ ചാർജ് തീർന്നു പോയി. എന്തേ, അവിടെ നിങ്ങൾ പ്രശ്നമുണ്ടോ? പ്രശ്നം ഉണ്ടോന്നോ? പ്രശ്നമേ ഉള്ളൂ. ഇന്നലെ ഏട്ടൻ വിളിച്ച് കഴിഞ്ഞപ്പോൾ അവളൊന്ന് അടങ്ങി. ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഉറക്കം വരുന്നെന്ന് പറഞ്ഞ് അവൾ റൂമിലേക്ക് പോയി. ഞാനും അമ്മയും അടുക്കള ഒതുക്കുന്ന പണിയിലാണ്. അതിനിടയിൽ ഞങ്ങൾ തമ്മിൽ ദത്തേട്ടൻ തിരുവനന്തപുരം പോയ കാര്യം 5 ദിവസവും കഴിഞ്ഞ് വരുമെന്നൊക്കെ സംസാരിച്ച് നിൽക്കുമായിരുന്നു. വർണ്ണ പിന്നെയും വന്ന് നിൽക്കുന്ന കാര്യം ഞങ്ങളും അറിഞ്ഞില്ല. അവളെല്ലാം കേട്ടു. അപ്പം തുടങ്ങിയ കരച്ചിലാണ്. ദത്തേട്ടനെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. പുലർച്ചെ വരെ കരച്ചിലായിരുന്നു. പിന്നെ എപ്പോഴോ ഉറങ്ങി. നോക്കിയപ്പോൾ തൊട്ടാ പൊള്ളുന്ന പനിയും. അമ്മ രാവിലെ തന്നെ അവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടേ. എനിക്ക് എക്സാം ആയ കാരണം കൂടെ പോകാനും പറ്റിയില്ല. ഞാൻ ക്ലാസ്സിലേക്ക് പോകുന്ന വഴിയാ. എന്നാൽ ശരി, ആമി ഫോൺ വെച്ചു. ഞാൻ അമ്മായി വിളിച്ചോളാം. നന്നായി എക്സാം അറ്റൻഡ് ചെയ്യേ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ ഏട്ടാ. അവൾ ഫോൺ കട്ട് ചെയ്തു. അവളവിടെ ആക്കി വന്നത് തെറ്റായി പോയെന്ന് ദത്തന് തോന്നിയിരുന്നു. ഒപ്പം വല്ലാത്ത കുറ്റബോധവും. അവൻ വേഗം അമ്മായിയെ വിളിച്ചു. 2-3 വട്ടം വിളിച്ചുവെങ്കിലും കോൾ എടുത്തില്ല. അവൻ്റെ മനസ്സിൽ വല്ലാത്ത വെപ്രളം നിറയാൻ തുടങ്ങി. ഒരു നിമിഷം തിരിച്ചു പോയാലോന്ന് വരെ ചിന്തിച്ചു. അപ്പോഴേക്കും അമ്മായി തിരിച്ചു വിളിച്ചിരുന്നു. അമ്മായി,
അവൾക്ക് എങ്ങനെയുണ്ട്? ഞാൻ ഉടനെ തന്നെ തിരിച്ചു വരാം. ഏയ് വേണ്ട മോനെ, ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി വന്നേ ഉള്ളൂ. അവൾക്ക് കുഴപ്പമൊന്നുമില്ല. ഇന്നലെ ഒരുപാട് കരഞ്ഞ കാരനാണ് പനി വന്നത്. ചെറുപ്പം മുതലേ പെണ്ണിന് നല്ല വാശിയാ. അതാ കരഞ്ഞിട്ടാണെങ്കിൽ നിന്നെ ഇവിടെ എത്തിക്കണമെന്ന് കരുതിയത്. പക്ഷേ അവസാനം പനി വന്നെന്ന് മാത്രം. ഞാൻ ഉച്ചയാകുമ്പോൾ എത്താം. വേണ്ടെന്നേ, ഞാൻ അവൾക്ക് ഫോൺ കൊടുക്കാം. മോനെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ, കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. പിന്നെ അവളോടൊരു വാക്ക് പോലും പറയാതെയല്ലേ പോയത്, അതിൻ്റെ സങ്കടവും കാണും. അമ്മായി ഫോൺ നേരെ വർണ്ണക്ക് കൊടുത്തു. ദത്തന സംസാരിക്ക്. അമ്മായി പറഞ്ഞതും പറഞ്ഞ് വേഗം ഫോണ് വാങ്ങി.